യെസ് യെസ് തുടങ്ങി. Yeah. വീണ്ടും എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഇന്നും നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും ഉള്ള പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലെ ചില കാര്യങ്ങൾ കണ്ടു. ഫിലിപ്പിയ ലേഖനം എഴുതിയ സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിലെ പ്രധാനപ്പെട്ട തീം എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഫിലിപ്പിയ ലേഖനം ഒരു താങ്ക് യു ലെറ്റർ ആയിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് തോന്നുന്നതെങ്കിലും പൗലോസ് അതിലുപരിയായി വിശ്വാസികളുടെ ഇടയിലുള്ള ഐക്യത്തെക്കുറിച്ച് പറയുവാനാണ് ഈ എഴുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഇത് എഴുതിയ ഇത് മിക്കവാറും റോമിൽ നിന്നായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഈ എഴുത്ത് ലഭിച്ചത് ഫിലിപ്പിയിൽ പൗലോസിന്റെ പ്രവർത്തനം മൂലമുണ്ടായ ഒരു സഭയിൽ ആണ്. അതായത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടായത്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതം ആണ് താനും. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അല്പമായിട്ട് ചിന്തിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 6-7 വാക്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതാണ്. നമ്മൾ പകുതിക്ക് വെച്ചാണ് ആ ഭാഗം നിർത്തിയത്. സോ അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ അവിടെ കണ്ടത് സുവിശേഷ ഘോഷണത്തിൽ അവരുടെ പങ്കാളിത്തം, അതായത് ഫിലിപ്പിയരുടെ കൂട്ടായ്മ, അതിനെക്കുറിച്ചാണ് പൗലോസ് 5-ാം വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ ഘോഷണത്തിലുള്ള നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നമ്മൾ പങ്കുചേരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളെ പല നിലകളിൽ സഹായിക്കുന്നതും നമ്മുടെ കൂട്ടായ്മയാണ്. ഫിലിപ്പിയർ ചെയ്തത്, പൗലോസ് ജയിലിൽ കിടന്ന സമയത്ത് തനിക്ക് സാമ്പത്തികമായ ഒരു സഹായം അയച്ചു എന്ന് മാത്രമല്ല, ഒരാൾ പോയി തന്നോടൊപ്പം ആ ജയിലിൽ കഴിയാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് പൗലോസ് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അവരെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. പിന്നെ കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. പൗലോസ് ജയിലിൽ, അതായത് ബന്ധനത്തിലായിരിക്കുമ്പോൾ തനിക്ക് പ്രതിവാദമുണ്ട്. നമുക്ക് ഇതൊക്കെ വി ആർ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പൗലോസ് ജയിലിലായിരുന്നപ്പോൾ എപ്പോഴും ഒരു പടയാളി തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പടയാളിയെ തന്നോട് ബന്ധിച്ചിരുന്നു. അപ്പോൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഒരാള് പൗലോസിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് സുവിശേഷം പറഞ്ഞാൽ ഇയാൾക്ക് എഴുന്നേറ്റ് ഓടിപ്പോകാൻ സാധിക്കില്ല. അവിടെ ഇരിക്കണം, അവിടെ ഇരുന്നത് കേൾക്കണം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ക്യാപ്റ്റീവ് ഓഡിയൻസ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പടയാളികൾ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ വിവിധ വശങ്ങൾ താൻ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിൽ പ്രതിവാദമുണ്ടാകും. എന്ന് പറഞ്ഞാൽ, നമ്മൾ സുവിശേഷ സന്ദേശം ഒരാളോട് പറയുമ്പോൾ അവരെല്ലാവരും എല്ലാം തലകുലുക്കി കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. നീ പറയുന്ന എല്ലാം സമ്മതിച്ചേക്കാം, അത് കഴിഞ്ഞ് നീ ഒന്നും മിണ്ടാതിരിക്കാമോ എന്ന മട്ടിൽ ചില ആളുകളുണ്ട്. എന്നാൽ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന ആളുകൾ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പൗലോസിനോട് ആളുകൾ ചോദ്യം ചോദിച്ചിരുന്നു, പ്രതിവാദം ഉണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലർക്ക് ചില സംശയങ്ങളുണ്ട്, അത് നമ്മൾ തീർത്തു കൊടുക്കണം. അപ്പോൾ ഇത്തരം പ്രതിവാദത്തിലും ആളുകൾക്ക് സുവിശേഷത്തിന്റെ സത്യം ഉറപ്പിച്ചു കൊടുക്കുമ്പോഴുമെല്ലാം
പൗലോസിന്റെ ഹൃദയത്തിൽ ഫിലിപ്പിയിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. പൗലോസ് ജയിലിൽ കിടക്കുമ്പോഴും ഫിലിപ്പിയിലുള്ളവരെ കുറിച്ച് ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, താൻ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂർ വന്ന അധികം നാളായിട്ടില്ല. ആ സമയത്ത് ഒരു വീട് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ വീട് നോക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് പറ്റിയൊരു വീട്, ഞങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് കിട്ടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് വറീഡായി, ടെൻഷനായി. ഇനി എന്ത് ചെയ്യും, എവിടെ താമസിക്കും, അങ്ങനെ ഒരു സ്ഥിതിയിലായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന, എൻ്റെ മാത്രമല്ല എൻ്റെ ഭാര്യ, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത, ഞങ്ങൾ ശരിക്കും ദൈവം വിളിച്ചിട്ടാണോ ഞങ്ങൾ ഇത് ചെയ്യുന്നത്? ഞങ്ങൾ ഈ ചെയ്യുന്ന ജോലി ഇത് തന്നെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത്, അതോ ഞങ്ങൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണോ എന്ന ഒരു സംശയം ഞങ്ങൾക്കുണ്ടായി. അപ്പം ഈ സംശയം വെച്ചുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട് കാണാൻ പോയി. അപ്പോൾ ആ വീട് കാണാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ യാതൊരു സൗകര്യവും ഇല്ല. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീടല്ല. ഒരു കാരണവശാലും ആ വീട് ഞങ്ങൾക്ക് ചേരുന്നതല്ല. എന്നിട്ട് ഞങ്ങളത് നിരാശരായിട്ട് ഇറങ്ങി തിരിച്ചു പോരുകയാണ്. ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എൻ്റെ പേര് വിളിച്ചു. അപ്പം എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. അപ്പം അയാൾ എന്നോട് പേര് ചോദിച്ചിട്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല മോനെ. അപ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേരിൻ്റെതാണ്, ഞാൻ അങ്കിളിനെ ഓർക്കുന്നുണ്ട്. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലസംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ അങ്കിൾ എടുത്ത ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്നെന്നോട് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. എനിക്ക് വീടൊന്നും കിട്ടിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എനിക്കത് ഉറപ്പിച്ചു തന്ന, അതായത് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കൺഫർമേഷനാണ്. അപ്പോൾ പൗലോസ് ഈ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുമ്പോൾ, പൗലോസ് ഫിലിപ്പിനെ കുറിച്ച് ഓർക്കും. കാരണം പൗലോസ് ജയിലിൽ കിടന്നതുകൊണ്ടാണല്ലോ വാസ്തവത്തിൽ ഫിലിപ്പിയിൽ പല ആളുകളും വിശ്വാസത്തിൽ വരാൻ ഇടയായത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സുവിശേഷകന്മാർ, വലിയ മിനിസ്ട്രി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഒന്നും ഒരു പ്രശ്നവുമില്ല, അവർക്കൊന്നും ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടാകുകയില്ല. അങ്ങനെയല്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇത്തരം നിരാശ ഉണ്ടാകുന്ന അവസരങ്ങളുണ്ട്. പൗലോസിന് ഇത്തരം നിരാശയുടെയും ബുദ്ധിമുട്ടിൻ്റെ അവസരങ്ങളിൽ തന്നെ എൻകറേജ് ചെയ്തത് ഈ ഫിലിപ്പിയിലെ വിശ്വാസികളാണ്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ വെറുതെ വിചാരിക്കുമോ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ശരിയാണെങ്കിലും പൗലോസിന്റെ ജീവിതത്തിൽ അത് ഈ തൻ്റെ ശുശ്രൂഷ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന ആളുകൾ വലിയൊരു മുതൽക്കൂട്ടാണ്. അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ സുവിശേഷത്തെക്കുറിച്ച് ആളുകൾ പലതരത്തിലുള്ള വാദമുഖങ്ങൾ നമ്മോട് പറയും, തർക്കിക്കും. ചിലതിനൊന്നും നമുക്ക് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ പറയുന്ന സുവിശേഷം ആരെയും തർക്കിച്ച് വാദിച്ച് സമ്മതിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഈ സുവിശേഷം വിശ്വസിച്ച ആളുകളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുള്ള എത്രയോ ആളുകളെ നമുക്കറിയാം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ തർക്കങ്ങൾ പറഞ്ഞാലും ഈ സുവിശേഷം ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതാണെന്നുള്ളതിന്റെ തെളിവാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾ. അതാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതം അതൊരു വലിയ കൺഫർമേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശുശ്രൂഷ വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ പൗലോസ് പറയുന്നു, എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ക്രിസ്തുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഇത് പൗലോസ് 2 സ്ഥലത്ത് ഇങ്ങനെ ദൈവം സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റോമാലേഖനം, റോമിൽ വരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, അപ്പൊ ഇത് വേറൊരു മനസ്സിലുള്ള ആഗ്രഹമാണ്, ഇതിനൊരു തെളിവുമില്ല.
വേറെ ആരും അതിനൊരു തെളിവായിട്ട് ഒന്നും പറയുകയില്ല. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്. പക്ഷെ പൗലോസ് പറയുന്നത് ഈ കാര്യത്തിന് ദൈവം മാത്രമേ ഉള്ളൂ സാക്ഷി. പക്ഷേ ആഹ്, എനിക്ക് വാസ്തവമായി നിങ്ങളെ കാണാൻ, നിങ്ങളുടെ അടുത്ത് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി നിങ്ങളുടെ സ്നേഹം 9-ാം വാക്യത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്ക് മേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ഏഹ്, ക്രിസ്തീയ വിശ്വാസം അത് സ്നേഹത്തിൻ്റെ വിശ്വാസമാണ്. ക്രിസ്തീയ മതം സ്നേഹത്തിൻ്റെതാണ്, എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തെറ്റ് ചെയ്യുന്ന ആളുകളെയും അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. ഒരു വളരെ അധികം വളരെയധികം മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിവാഹം. ഞാൻ ആ വിവാഹത്തിൽ ഒരാൾ സംസാരിച്ചത് ശ്രദ്ധിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും കാരണം സ്നേഹമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അയാൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന കാര്യം മാത്രമല്ല വിവാഹത്തിലുള്ളത്. ഒരു പുരുഷൻ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് സ്നേഹിക്കുക എന്ന കാര്യവും അതിലുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഉള്ള സ്നേഹം മാത്രമല്ല, എത്രയോ എന്താ പറയുക, പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് സ്നേഹത്തിന്റെ പേരിൽ അവർ ആളുകളോട് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹം, ദൈവദത്തമായ സ്നേഹം, നമ്മൾ കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് അനീതിയിൽ സന്തോഷിക്കുന്നതല്ല, തെറ്റായ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതല്ല, തെറ്റായ കാര്യങ്ങളെ മൂടി വയ്ക്കുന്നതല്ല സ്നേഹം. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ മേൽക്കുമേൽ വളരുകയാണെങ്കിൽ നിങ്ങൾ പരിജ്ഞാനത്തിൽ വളരും. നിങ്ങളുടെ ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരും. നിങ്ങൾ വിവേകത്തിൽ വളരും. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആകും. ഓക്കെ, യു വിൽ ബി കംപ്ലീറ്റ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ സ്നേഹം വളരുമ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങളുടെ നേരെ കണ്ണടക്കുകയല്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യല്ല. മറിച്ച് നമ്മുടെ സ്നേഹം വളരുമ്പോൾ നമ്മുടെ ഡിസേൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പരിജ്ഞാനം വളരും. അത് നമുക്ക് വിവേകം നൽകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ഈ ഭേദാഭേദം എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ യു ഷുഡ് ഡിസേൺ വാട്ട് ഈസ് എക്സലന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ഭേദാഭേദം എന്ന് പറയുന്നത് തെറ്റും ശരിയും അല്ല. തെറ്റും ശരിയല്ല, അതിലും വളരെയധികം ഡീപ്പായിട്ടുള്ള, അതിലും വളരെയധികം ആഴമേറിയ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് പ്രിന്റിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിന്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോട് നമ്മൾ എനിക്ക് ഇത് നീല കളർ വേണം, അല്ലെങ്കിൽ പച്ച കളർ വേണം, അല്ലെങ്കിൽ ചുവന്ന കളർ വേണം എന്നൊക്കെ പറഞ്ഞ്, സാധാരണക്കാരെ നമുക്ക് പച്ചയും നീലയും ചുവപ്പും ഓരോ കളറാണ്, അത്രേ ഉള്ളൂ. എന്നാൽ പ്രിന്റിങ്ങിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ വർക്ക് ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 100 തരം ഷെയ്ഡുണ്ട് പച്ചയ്ക്ക്. അതുപോലെ തന്നെ നീല പല ഷെയ്ഡുകളുണ്ട്. ഓരോ നിറത്തിനും ഒരുപാട് ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അവര് ഈ ഒരു പച്ച നിറം വേറൊരു പച്ച നിറത്തിൽ നിന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതാണ് ഈ ഭേദാഭേദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹത്തിലും പരിജ്ഞാനത്തിലും വളരുമ്പോൾ അത് ശരി ഇത് തെറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇംഗ്ലീഷിൽ പറയുന്നത് വി ഷുഡ് ഡിസേൺ വാട്ട് ഈസ് എക്സലന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും
നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, അത് ശരിയാണ്, അത് ചെയ്യാം, അല്ലെങ്കിൽ അത് തെറ്റാണ്, അത് ചെയ്യണ്ട, അവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ സ്നാപകൻ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സക്കറിയാവിന്റെ മകനല്ലേ? അപ്പൊ സക്കറിയാവിനെ പോലെ ഒരു പുരോഹിതനായി ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ആരെങ്കിലും തെറ്റു പറയോ? ആരും പറയല്ലോ. വയസ്സുകാലത്താണ് സക്കറിയാവിന് ഒരു മകൻ ഉണ്ടായാലും കണ്ടോ, അവന് ദൈവഭക്തി ഉണ്ട്, അവൻ ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു, ആരും തെറ്റ് പറയില്ല. പക്ഷെ ഒരു പുരോഹിതനാകാനാണോ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരുന്നത്? തീർച്ചയായും അല്ല. മിശിഹയുടെ വരവിനെ കുറിച്ച് വിളംബരം ചെയ്യുന്ന ശബ്ദം, ദ ഹെറാൾഡ്, അങ്ങനെ ഒരു ശുശ്രൂഷയാണ് യോഹന്നാന് ദൈവം വെച്ചിരുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ. മാത്രമല്ല, പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും സാധിക്കാത്ത ഒരു കാര്യം യോഹന്നാൻ സ്നാപകന് സാധിച്ചു. അവരൊക്കെ മശിഹ വരുന്നു, മശിഹ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകന് ആ മശിഹയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയാൻ സാധിച്ചു. ഇത്ര വലിയൊരു ശുശ്രൂഷയാണ് ദൈവം യോഹന്നാൻ സ്നാപകന് വെച്ചിരുന്നത്. ഇതാണ് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ആത്മീക പരിജ്ഞാനം. അത് നിങ്ങൾക്കുണ്ടാവണമെന്നാണ് പൗലോസ് അവരോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ കാര്യം, അത് ഞാൻ ചെയ്യുന്നുണ്ടോ, അതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത് തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം. പിന്നെ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ നാളിലേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഇപ്പോൾ വിധിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ട് കാണും, ഒരു പാട്ടുണ്ട്, സൺഡേ സ്കൂളിലൊക്കെ സാധാരണ പാടാറുള്ളൊരു പാട്ടുണ്ട്, ഹീ സ്റ്റിൽ വർക്കിംഗ് ഓൺ മീ. ആ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡോണ്ട് ജഡ്ജ് മീ ആസ് ഐ ആം നോട്ട് കംപ്ലീറ്റ് എന്നാണ് ആ പാട്ടിലുള്ളത്. എൻ്റെ വേർഡ്സ് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി. എന്നാൽ ആ പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ഇപ്പം വിധിക്കരുത്, കാരണം എന്നിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്ന എപ്പോഴാണ്? ക്രിസ്തുവിന്റെ നാളിൽ. നമ്മൾ പലപ്പോഴും ആളുകളെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിധിക്കാൻ നോക്കുക. നമ്മുടെ കാര്യത്തിലും ഇത് ശരിയല്ല. ദൈവം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, സാങ്ക്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഇപ്പൊ വിധിക്കുന്നില്ല, ക്രിസ്തുവിന്റെ നാളിൽ അന്ന് നിങ്ങൾ നിർമ്മലന്മാരായിരിക്കും, നിങ്ങൾക്ക് ഒരു കുഴപ്പവും കാണുകയല്ല, ഇടർച്ചയില്ലാത്തവരായിരിക്കും. മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം. അപ്പോൾ നിങ്ങൾ ഒരു പ്രോസസ്സിലാണ്. ക്രിസ്തു നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന നീതിഫലം നിറഞ്ഞവരാകും. ഈ നീതിഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയത്നം കൊണ്ടുണ്ടാകുന്നതല്ല, ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരും. ഈ കാര്യം പിന്നീട് നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന നീതി അത് നമ്മുടെ സ്വയപ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തുവിലുള്ള നീതി അത് നിങ്ങൾക്കുണ്ടാകും, അത് നിറഞ്ഞവരായി തീരണം എന്നാണ്
പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു തനിക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് താൻ പ്രാർത്ഥനയായി അവിടെ പറയുന്നത്. അപ്പോൾ ആളുകളുടെ ആത്മീകമായ അഭിവൃദ്ധി, അവര് ആത്മീയരായിത്തീരണം, ആത്മീയ പക്വതയുള്ളവരാകണം, ആത്മീയമായി വിവേചനം വരമുള്ളവരാകണം, ഏറ്റവും നല്ലത് തിരിച്ചറിയണം. ഇതൊക്കെയാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ഞാൻ ഒരിക്കൽ ജോർജ് ഡോസൻ അങ്കിൾ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇടയിൽ ആളുകൾക്ക് രോഗം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചേനെ? അസുഖം വന്നാൽ പിന്നെ നമുക്കൊരു പ്രാർത്ഥനാ വിഷയമായി. അല്ലാതെ നമ്മൾ ഒരാളുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരും എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശുദ്ധരായിത്തീരും, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ കൂടി വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടും. ഈ ഇടർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമുക്കറിയാം, ഇടർച്ച എന്ന് പറഞ്ഞാൽ ഒരാളെ തട്ടി വീഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വിശുദ്ധരായി നിർമ്മലരായാൽ മാത്രം പോരാ. ചില ആളുകളുണ്ട്, അവർ വലിയ വിശുദ്ധരാണ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവരുടെ ജീവിതം മറ്റു പലരെയും വീഴിക്കുന്ന ജീവിതമാണ്. മറ്റു പലർക്കും അവരുടെ ഇടർച്ചയാണ്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരും വിശുദ്ധ ജീവിതത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ അതിലേക്ക് അവരെ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് 12-ാം വാക്യം, 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ അത്ര ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇത് അവരുടെ നാശത്തിന് നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് എന്താണ്? പൗലോസിന് ഭവിച്ചത്? പൗലോസ് ഇപ്പോൾ ജയിലിലാണ്. ഇത് പൗലോസ് പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല.
അതിനുവേണ്ടി ആഗ്രഹിച്ചതുമല്ല. ഞാനത് പറയാൻ കാരണം പൗലോസ് ഒരു വലിയ ഒരു സുവിശേഷകനാണ്. സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷകന്റെ വരമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാനും ആളുകളോട് സംസാരിക്കുവാനും അവരെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അതാണ് ദൈവം കൊടുത്തിരിക്കുന്ന വരം. പക്ഷെ ഇങ്ങനെ ഒരാള് ഇപ്പോൾ ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരിക്കലും പൗലോസ് ആഗ്രഹിച്ച ഒരു കാര്യമല്ല. ഒരു പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷം പറയാൻ വരമുള്ള ഒരാൾ, ആ ആളുകളെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക, അതാണ് താൻ ചെയ്യേണ്ടത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അതല്ല പൗലോസിനെ കുറിച്ച് ഈ സമയത്ത് ആഗ്രഹിച്ചത്. താൻ ചെയ്തത് പൗലോസിനെ ജയിലിലിട്ടിരിക്കുകയാണ്. താൻ പറയുന്നത് എനിക്ക് ഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും സംഭവിക്കും. അത് പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായി. പക്ഷെ അതിനെക്കുറിച്ച് പൗലോസ് എന്താ പറയുന്നത്? എനിക്ക് ഭവിച്ചത്, ഞാൻ പ്ലാൻ ചെയ്തതല്ല, ഇത് വന്നുകൂടിയതാണ്, എനിക്കിതിൽ ഒരു പങ്കുമില്ല. പക്ഷേ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഗോസ്പൽ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ നമ്മുടെ അഡ്വാൻസ്മെന്റ്, നമ്മുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകണം, എനിക്ക് നല്ലത് വരണം, എനിക്ക് നല്ല സമയം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ രോഗമോ മരണമോ ബിസിനസ് ലാഭമോ ഒരു അപകടമോ ഒക്കെ ഉണ്ടായാൽ നിരാശരായിത്തീരും. കാരണം അവരുടെ ലക്ഷ്യം അവരുടെ മാത്രം അഭിവൃദ്ധി. പൗലോസ് അങ്ങനെയല്ല. പൗലോസ് പറയുന്നത് ഞാൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമല്ല. ആ കാര്യം നിങ്ങൾ അറിയണം. ഇപ്പൊ പൗലോസ് ഇപ്പോൾ റോമിൽ ജയിലിലാണ്. ഇത് 1-2 ദിവസമല്ല, അനേക ദിവസങ്ങൾ താൻ ജയിലിൽ കിടക്കുകയാണ്. താൻ എപ്പോൾ അവിടെ നിന്ന് റിലീസ്ഡാവും, പുറത്തു വരാൻ കഴിയുമെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇതേ പൗലോസ് ഫിലിപ്പയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞായിരുന്നു. പൗലോസ് ആദ്യം ജയിലിൽ കിടന്നത് ഫിലിപ്പയിലാണ്. അവിടെ ഒരു രാത്രി മുഴുവൻ കിടന്നില്ല. അതിനു മുമ്പ് തന്നെ ദൈവം പൗലോസിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഭൂകമ്പം, അത് കഴിഞ്ഞ് ജയിലറുടെ മാനസാന്തരം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒറ്റ ദിവസം പോലും ജയിലിൽ കിടക്കാതെ ദൈവം പൗലോസിനെ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ അനേക നാളുകൾ താൻ ജയിലിലായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നും ഫിലിപ്പിയിൽ ദൈവം ഉടനെ പ്രവർത്തിച്ചു, ഒട്ടും സമയം കളഞ്ഞില്ല. റോമിലോ പൗലോസ് 10 വർഷം കഴിഞ്ഞ് 10-11 വർഷം കഴിഞ്ഞ് റോമിൽ ജയിലിൽ കിടക്കുമ്പോഴോ എന്ത് സമയം നഷ്ടമാണ് അല്ലേ എന്ന് നമുക്ക് തോന്നും. സമയം നഷ്ടമാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം ഒരിക്കലും നമ്മുടെ സമയം വൃഥാവാക്കി കളയുകയില്ല. അത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ഒരിക്കലും നമ്മുടെ സമയം വൃഥാവാക്കുകയില്ല, വേസ്റ്റ് ആക്കി കളയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം വേസ്റ്റ് ആക്കി കളയാറുണ്ട്. പക്ഷെ ദൈവം അത് ചെയ്യില്ല. എങ്ങനെ ഇത് അറിയാം? പൗലോസ് റോമിൽ ജയിലിൽ കിടന്ന സമയത്താണ് എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം ഇതൊക്കെ എഴുതിയത്. ഫിലിപ്പിയിൽ ജയിലിൽ കിടന്നപ്പോഴോ ഒന്നും ചെയ്തില്ല. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു, പക്ഷേ ലേഖനങ്ങളൊന്നും എഴുതിയില്ല. എന്നാൽ റോമിലെ തൻ്റെ ജയിൽവാസം അത്
ഒരു സമയം വേസ്റ്റേ അല്ലായിരുന്നു. നമുക്ക് തോന്നും ദൈവം ഇങ്ങനെയൊക്കെ അനുവദിച്ചുകൊണ്ട് പൗലോസിന്റെ വിലപ്പെട്ട സമയമില്ലാതായി എന്ന്. അല്ല, അകമ്പടി പട്ടാളത്തിലുള്ള എല്ലാവരും സുവിശേഷം കേൾക്കാനിടയായി എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾക്ക് ആത്മീയ വർധന ഉണ്ടാകുന്ന ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. ഇനി പൗലോസ് അവരോട് പറയുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും ഒരാൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാനിടയായി, ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ആ ആള് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴത്തെ എൻ്റെ കഷ്ടപ്പാട്, ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ സഹിച്ചു, ഇതൊക്കെ ആയിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് മറ്റുള്ളവർ അറിയണം എന്ന് താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് തൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അന്ന് കാലത്തെ ജയിലിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് 2 തിമോത്തി വായിക്കുന്ന നമുക്ക് മനസ്സിലാവും. ഒരു പുതപ്പില്ല, തണുപ്പ് കാലത്ത് ഒരു പുതപ്പില്ല, പുതപ്പ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് താൻ കഴിയുന്നത്. പക്ഷെ അതൊന്നും പൗലോസിന്റെ ഒരു വിഷയമല്ല. പൗലോസ് പറയുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന കാര്യം നിങ്ങൾ അറിയണം, അതറിഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ താൻ പറയുന്നത്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും ചെയ്തു. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇതിന് പല ദിവസങ്ങൾ വേണം. കാരണം ഈ അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും എന്ന് പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം എന്താ? ആ അകമ്പടി പട്ടാളത്തിന്റെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാർക്കും പൗലോസ് ജയിലിൽ കിടക്കുന്നത് താൻ ഒരു കുറ്റവാളിയായിട്ടല്ല എന്ന കാര്യം മനസ്സിലായി. അതിന് സമയമെടുക്കും. കാരണം ഓരോരുത്തരായി പൗലോസിന്റെ കൂടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അവരറിഞ്ഞത്. ഓക്കെ. അപ്പൊ പൗലോസ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും ബോധ്യമാകുവാൻ ഈ സമയം ഉപകരിച്ചു. ഈ ജയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം കുറ്റവാളികളുടെ ഒരു സ്ഥലമാണ്. ഉദാഹരണത്തിന് ഇന്ന് ആരെങ്കിലും ജയിലിൽ പോയാൽ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു അധികം പ്രായമില്ലാത്ത ഒരാള്, ചെറുപ്പക്കാരനായ ഒരാള്, അവൻ്റെ എതിരെ ഒരു കേസുണ്ട്, അവനെ ജാമ്യത്തിൽ എടുക്കാൻ ആരുമില്ല. അപ്പൊ അതിന് ഒരു ജഡ്ജി അദ്ദേഹം ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ ഇവനെ ജാമ്യത്തിൽ എടുക്കാൻ? എന്നാൽ ജഡ്ജി പറഞ്ഞ കാര്യം, ഇവൻ ഒരു ക്രിമിനൽ അല്ല, ഇവനൊരു വലിയ ക്രിമിനൽ അല്ല, പക്ഷേ ഇവൻ ജയിലിൽ കിടന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ക്രിമിനൽ ആയിട്ടായിരിക്കും. എന്ന് വച്ചാൽ ജയിലിലുള്ള ആളുകൾ ഈ എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടോ അത് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ പൗലോസ് ജയിലിൽ കിടന്നതുകൊണ്ട് അതൊരു വിശുദ്ധ ജയിലാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അല്ല, റോമൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഉള്ള കുറ്റവാളികളെ ഇടുന്ന സ്ഥലമാണ് ഈ ജയില്. ഈ ജയിലിൽ വരുന്നവരെല്ലാവരും കുറ്റവാളികളാണെന്നുള്ള ഒരു പ്രിജുഡിസോട് കൂടിയാണ് പട്ടാളക്കാരും അതിലുള്ളവരും പെരുമാറുന്നത്. എന്നാൽ അവരുടെ ഇടയിൽ ക്രിസ്തു നിമിത്തം ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ വന്നിരിക്കുന്നു. ഈ ആൾ മറ്റുള്ളവരെ പോലെ ഒരു ക്രിമിനൽ അല്ല എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അത് ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യമാണ്. അതായത് ക്രിസ്തുവിനെ കുറിച്ച് പട്ടാളക്കാരെല്ലാവരും പറഞ്ഞു. അത് ജയിലിനുള്ളിൽ നടന്ന കാര്യം. ഇനി ജയിലിന് പുറത്ത് നടന്ന കാര്യമാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സഭയിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരാൾ വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ നമ്മുടെ സഭയിലുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് പുള്ളി ഉള്ളിടത്തോളം കാലം പുള്ളി മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ.
വേറെ ആരും ആ സഭയിൽ പ്രസംഗിക്കുകയില്ല. പൗലോസ് ഉള്ളപ്പോൾ ഇനി ഞാൻ പ്രസംഗിക്കണോ? അതിനാരും ധൈര്യപ്പെടുകയില്ല. എന്നാൽ പൗലോസ് പറയുന്നത്, എന്നെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നതുകൊണ്ട് ഇതുവരെ വാ തുറക്കാതിരുന്ന ചില സഹോദരന്മാർ, അവർക്ക് ധൈര്യം പൂണ്ടെന്ന് പറയുന്നത്. അപ്പൊ ധൈര്യം പൂണ്ടെന്ന് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ ജയിലിൽ പോകുന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ പൗലോസ് ജയിലിലുണ്ടല്ലോ, അതൊരു ധൈര്യം. രണ്ടാമത്, പൗലോസ് ഇല്ല പൗലോസ് ഇല്ല പ്രസംഗിക്കാൻ. അപ്പൊ ഇതാരെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അവർ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ പൗലോസ് അതിനകത്തുള്ള വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാണ്, എൻ്റെ അഭാവത്തിൽ കൂടുതൽ ആളുകൾ ദൈവവചനം പ്രസംഗിക്കുവാൻ തുനിയുന്നു, അതിനവർ ധൈര്യം കാണിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. ഈ പൗലോസ്, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, എനിക്ക് ശേഷം പ്രളയം, ആഫ്റ്റർ മീ ഫ്ലഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഞാനാണ് ഇത് മുഴുവൻ ചെയ്തത്, ഈ എൻ്റെ അഭാവത്തിൽ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന മനോഭാവം അത് പൗലോസിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവരൊന്നും ചെയ്താൽ ശരിയാകില്ല, ഞാൻ ഇറങ്ങിയിട്ട് വന്ന് ശരിക്കും പ്രസംഗിക്കാം, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് ബൈബിൾ ക്ലാസ് എടുക്കാം എന്ന് പൗലോസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ്, പൗലോസ് പറയുകയാണ്, എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ സഹോദരന്മാർ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയാണ്. ഇത് തിമത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ 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 നിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഏൽപ്പിക്കാമെന്ന് തിമത്തിയോസിനോട് പറയുന്നുണ്ട്. പൗലോസിന് ഇത് പറയുന്ന സമയത്ത് ഒരു പക്ഷേ 60 വയസ്സ് കാണുമായിരിക്കും, 60-65 വയസ്സ്, അതിൽ കൂടുതലൊന്നും കാണാൻ സാധ്യതയില്ല. ഈ പറയുന്ന തിമത്തിയോസിന് 30 വയസ്സേ ഉള്ളൂ. ഈ 30 വയസ്സുള്ള തിമത്തിയോസിനോടാണ് പൗലോസ് എന്താ പറയുന്നത്? നീ ഇത് അടുത്തയാളെ ഏൽപ്പിക്കണം. ഇതൊരു വലിയ മാതൃകയാണ് പൗലോസ് ചെയ്തത്. അതായത്, ഞാൻ വയസ്സായി എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ വേറൊരാളെ കുറിച്ച് ഒരു സമർത്ഥനായ വിശ്വസ്തനെ നോക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത തലമുറയെ റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് ചെയ്യാതെ പോയത് എനിക്ക് വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിലുള്ള പല സഭകളിലും അതൊരു ഒരു ദുരന്തമായി മാറി. കാരണം അടുത്ത തലമുറയെ, അടുത്ത ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ഒരല്പം കൂടെ ഉത്സാഹം കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതൊക്കെ നല്ല കാര്യം. എന്നാൽ പൗലോസ് വേറൊരു കാര്യം കൂടെ പറയുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ. അപ്പോൾ ഇതും നടക്കും. അതായത്, ആത്മീക ശുശ്രൂഷകൾ ആളുകൾ ചെയ്യും തെറ്റായ ഉദ്ദേശത്തിൽ. അവരുടെ മോട്ടീവ് ശരിയല്ല. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, എനിക്കുള്ളത് മുഴുവൻ ദാനധർമ്മം ചെയ്താലും എൻ്റെ ശരീരം തീക്ക് ഏൽപ്പിച്ചു കൊടുത്താലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ, നമുക്കറിയാവോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്നേഹമില്ലാതെ, അതായത് ശരിയായ മോട്ടിവേഷൻ അല്ലാതെ നമുക്ക് സ്വത്തുകൾ മുഴുവൻ ദാനം ചെയ്യാൻ സാധിക്കും, നമ്മുടെ ശരീരം തീക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും, വലിയ ആത്മീക വരങ്ങളൊക്കെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. സുവിശേഷം പ്രസംഗിക്കുവാനും ശരിയായ മോട്ടീവ് ഇല്ലാതെ സാധിക്കും. അവർ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കും. ഇത് ഈ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവർക്ക് പൗലോസിനോടാണ് അസൂയ, പൗലോസിനോടാണ് പിണക്കം. അതുകൊണ്ടാണ് എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. എന്തിനാ അസൂയപ്പെടുന്നത്? ഒരാൾ എന്നെക്കാൾ നന്നായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അസൂയ തോന്നും. അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അയാളോട് പിണങ്ങും. ഓക്കെ, ഇതൊക്കെ സാധാരണ എല്ലാ പ്രൊഫഷനിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് എല്ലാ പ്രൊഫഷനെ കുറിച്ചും അല്ല.
ഇവിടെ പൗലോസ് പറയുന്നത് പ്രസംഗിക്കുന്നവരെ കുറിച്ചാ. മനസ്സിലായോ? അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകൾക്ക് അസൂയം പിണക്കം ഉണ്ടാകുന്നുണ്ട്. സി, ഞാനൊരു കാര്യം പറയാം. ന- നമ്മൾ ആരുടെയോ മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യാമോ? നമ്മൾ എന്ത് ആരെങ്കിലും ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ആരുടെയോ മൈക്ക് ഓൺ ആണ്. ആ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളൊരു ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ, ബാഡ്മിൻ്റൺ കളിക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് കളിക്കുക, നമ്മൾ ജയിക്കാനാണ് കളിക്കുന്നത്. ജയിക്കുന്നത് നമുക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാവും, തരും. ഇത് ക്രിസ്തീയ ശുശ്രൂഷകളിലും ഉണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ അവർ എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു ടീമിലാണ് കളിക്കുന്നത്. ഒരു ഫുട്ബോൾ മാച്ചിൽ ഞാൻ ഒരു ഗോൾ അടിച്ചു, എൻ്റെ ടീമിലുള്ള വേറൊരാൾ 2 ഗോൾ അടിച്ചു. ഞാൻ ആ ആളോട് അസൂയപ്പെടുന്നതിന് പകരം ഞങ്ങളുടെ ടീം ജയിച്ചല്ലോ എന്ന ഒരു മനോഭാവമാണ് ഉണ്ട്. പൗലോസിന് അതാണ് ഇവിടെ ഉള്ളത്. പൗലോസ് അവർക്ക് എന്നോട് വിരോധമുണ്ട്, അവർക്ക് എന്നോട് അസൂയുണ്ട്, പിണക്കമുണ്ട്, എനിക്ക് ക്ലേശം വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ അറിയാമെങ്കിലും പൗലോസ് പറയുന്നത് ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതാണ് പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമുക്കുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ്. ഒരാൾ നമ്മെക്കാൾ നന്നായി ഒരു കാര്യം ചെയ്താൽ നമ്മളെപ്പോഴും ഓർക്കുക, ലഭിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ഇല്ല. പൗലോസ് കൊരിന്ത്യർ പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ യേശു ക്രിസ്തു കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നു, അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ മറ്റുള്ള ശുശ്രൂഷകന്മാരെ കാണാൻ സാധിക്കണം. മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ശുശ്രൂഷകളെ കാണാനും അതിൽ സന്തോഷിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ പൗലോസ് അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ജയിലിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ പോകുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം അന്നേരം തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നും, നമ്മൾ പേരുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്, പല വിജയങ്ങളും അവർക്ക് കൊടുക്കുന്നത്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയും അതിന്റെ പ്രതിഫലം ദൈവം നമുക്ക് തരികയും ചെയ്യും. ഇനി അങ്ങനെ ഒന്നിൽ ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇവിടെ പൗലോസ് ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ലൈഫ് ഓർ ഡെത്ത്. പൗലോസ് പറയുന്നത് ജീവിച്ചിരുന്നാലും മരിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. മരണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും, നമുക്കൊക്കെ അറിയാം. മരണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ? നിങ്ങൾ ഈ വാക്യം ഒന്ന് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 19 വാക്യം. അതിനാൽ അവൻ ഇന്ന വിധം, ഇത് പത്രോസിനെ കുറിച്ച് ആണ് പറഞ്ഞത്. യോഹന്നാൻ പറയാണ്, അതിനാൽ ഇവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. അപ്പോൾ മരണം കൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. മരണം എന്ന് പറയുന്നത് ആ പ്രോസസ് ചിലപ്പോൾ അത് വേദനയുള്ളതാവും, ചിലപ്പോൾ രോഗമൊക്കെ വന്ന് വേദനയിലും ബുദ്ധിമുട്ടിലും ക്ഷീണത്തിലുമൊക്കെ ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ മരണം ഒരു വലിയ അനുഗ്രഹമാണ്, അതൊരു ലാഭമാണെന്നാണ് പറയുന്നത്. നമ്മൾ ലാഭം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവർക്കറിയാം, ലാഭം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ലോട്ടറി അടിച്ചെന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അതാണ് മരണം. അപ്പോൾ മരണത്തിന്
അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മരണം ലാഭമാണ്. അപ്പോൾ മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഇനി നമ്മുടെ ജീവിതം കൊണ്ടോ? പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. തുറന്നുള്ള വാക്യം വായിക്കുക. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയില്ല. അപ്പൊ പൗലോസ് പറയുന്നത് മരണം എന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്റ്റാണ്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ജീവിക്കണോ മരിക്കണോ. ജീവിക്കുന്നത് അത്ര മോശം ഓപ്ഷൻ അല്ല. എന്തുകൊണ്ടാണ്? പലരും ജീവിക്കുന്നത് ഈ ലോകത്തിലുള്ള പല സുഖങ്ങളും അനുഭവിക്കണം, എൻ്റെ ഒരു വീട് വെച്ച് കാണണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നടക്കണം, അതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ദീർഘനാൾ ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. തെറ്റൊന്നുമില്ല അതിന്. പക്ഷെ പൗലോസ് പറയുന്നത് എന്താ? ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ വേലയ്ക്ക് ഫലം വരണം. എന്താണ് എൻ്റെ വേല? 24 വാക്യം. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്താണ് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം? അപ്പൊ പൗലോസ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുക. ശരീരം എന്ന് പറയുന്നത് സഭ അല്ലെങ്കിൽ വിശ്വാസികൾ. അതിനെ സെർവ് ചെയ്യാനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, there are certain things that we cannot do after death. ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, സ്വർഗത്തിൽ ചെന്നിട്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അവിടെ സ്വർണ്ണത്തെരുവിലൂടെ നടന്നാൽ നമുക്കൊരു അതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും കിട്ടുകയില്ല. അവിടെ പോയി നമുക്ക് മുമ്പേ പോയ ആളുകളെ കണ്ടു സന്തോഷിക്കുന്നു, അതിൻ്റെ പേരിലൊന്നും നമുക്ക് ഒരു റിവാർഡും കിട്ടുകയില്ല. പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ജീവിതത്തിൽ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, വേണ്ടേ? നമ്മൾ അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കും, അതിവിടെയും ചെയ്യും. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ടല്ല പ്രതിഫലം, അവനെ സേവിക്കുന്നതിനാണ് പ്രതിഫലം. അപ്പോൾ എങ്ങനെ അവനെ സേവിക്കാൻ സാധിക്കും? പൗലോസ് പറഞ്ഞതുപോലെ അവൻ്റെ ശരീരത്തെ, അല്ലെങ്കിൽ ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ ഞാൻ സേവിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ജീവിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിത്യതയിൽ പ്രതിഫലമുണ്ടാക്കാനുള്ള ഒരു അവസരമാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. പൗലോസ് അതാ പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ എനിക്ക് പ്രതിഫലമുണ്ടാക്കാനുള്ള അവസരം ഇല്ല. എനിക്ക് സുഖമാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഈ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്, അത് അത്യുത്തമമാണ്, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ജഡത്തിലിരുന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്, അത് ഞാൻ ചെയ്യണം. പൗലോസ് 26 വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രശംസ ക്രിസ്തുവിൽ. അപ്പോൾ തനിക്കൊരു പ്രതീക്ഷയുണ്ട്. പൗലോസ് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നും അവരുടെ അടുക്കൽ വരുമെന്നും ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, ഇതിനു വേണ്ടിയാണ് ഫിലിപ്പിയിലുള്ളവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവർക്കുള്ള പ്രശംസ ക്രിസ്തുയേശുവിൽ വർദ്ധിച്ചു. അപ്പോൾ അവർക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, പൗലോസ് വന്നു എന്നവർക്ക് പറയാനായിട്ട് സാധിക്കും. പൗലോസിന് അവരെ നിരാശപ്പെടുത്തുവാൻ ആഗ്രഹമില്ല. ഇനി രണ്ട് പോസിബിലിറ്റി താൻ പറയാമോ? ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് വരും, ഇല്ല വരാൻ പറ്റിയില്ലെങ്കിൽ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേൾക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിലും ഇനി ശ്രദ്ധിക്കുക, പൗലോസ് പറയുന്നത്, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ മാത്രം നടപ്പിന്. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഏകാത്മാവിൽ ഏക മനസ്സോടെ നിൽക്കണം. ഞാനത് ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു. ഫിലിപ്പി ലേഖനം എഴുതുന്നതിൻ്റെ ഒരു ഉദ്ദേശം വിശ്വാസികളുടെ ഇടയിൽ ഈ ഐക്യം ഉണ്ടാവണം, യൂണിറ്റി ഉണ്ടാവണം. അപ്പോൾ താൻ ആ കാര്യം ഇവിടെ പറയുകയാണ്. ഞാൻ വരികയോ ഇല്ലയോ അത് വിഷയമല്ല, ഞാൻ നിങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഏക ആത്മാവിൽ ഏക മനസ്സോടെ ജീവിക്കുന്നു കേൾക്കാൻ എനിക്ക്
ഇടയാകണം. അതാണ് പൗലോസിന്റെ ആഗ്രഹം. പിന്നെ താൻ പറയുന്നു, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ. അപ്പോൾ താനിവിടെ എതിരാളികളുടെ കാര്യം പറയുന്നത്, നിങ്ങൾ ഏകാത്മാവിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോവാതെ. അപ്പോൾ ഇവർക്ക് എതിരാളികളുണ്ട്, ഇവർക്ക് പോരാട്ടമുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഫീൽഡാണ്. പല വിശ്വാസികളും കരുതുന്നത് ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണെന്നാണ്, കളിസ്ഥലമാണെന്നാണ്. അവർ യാതൊരു വിധത്തിലുള്ള എതിർപ്പിനെ കുറിച്ചും യാതൊരു വിധത്തിലുള്ള ശത്രുവിന്റെ ആക്രമണത്തെക്കുറിച്ച് അവർ ബോധേഡല്ല. അതിന്റെ കാരണം ആത്മീകമായ വകതിരിവില്ലെന്നുള്ളതാണ്. എന്നാൽ സ്പിരിച്വലി മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ, ആത്മീകമായി ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു വിവേചിക്കുന്ന ഒരാൾ എപ്പോഴും എനിക്ക് എതിരാളികളുണ്ട്, എനിക്ക് പോരാട്ടമുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് ഞാൻ എതിർത്ത് നിൽക്കണം എന്ന ഒരു മനോഭാവത്തിലായിരിക്കും ജീവിക്കുന്നത്. നമ്മളത് ഓർക്കണം, നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ട്. എത്ര പ്രായമുള്ള ആളായാലും നമുക്ക് പോരാട്ടമുണ്ട്, നമ്മളതിൽ ശ്രദ്ധിക്കണം. പിന്നെ താൻ പറയുന്നു, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. നടപ്പ് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഒരു വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. നടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, അനുദിന ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഈ നടപ്പിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നടപ്പിനൊരു പ്രത്യേകതയില്ലെന്നുള്ളതാണ് നടപ്പിന്റെ പ്രത്യേകത. അതിൽ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. ഓടുകയാണെങ്കിൽ നമുക്കറിയാം, ഓടുന്ന ഒരു ചാട്ടമാണ്, നമ്മൾ ചാടുകയാണ്, അങ്ങനെയാണ് ഓടുന്നത്. നടപ്പെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് നമ്മൾ പോകേണ്ട ഡയറക്ഷനിൽ വെക്കുന്നു. അതിനകത്ത് യാതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതാണ് നടപ്പ്, അതാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ സാധാരണ ജീവിതം സുവിശേഷത്തിന് യോഗ്യമായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെസ്സലോനിക്കരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തെസ്സലോനിക്കരുടെ ജീവിതം, അവരുടെ നടപ്പായിരുന്നു അവരുടെ അത് സുവിശേഷ ഘോഷണത്തിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ നടപ്പ്, അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, അവരുടെ നടപ്പിലെ വ്യത്യാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പറയുന്നു, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ അവരുടെ എതിരാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി നടന്നാൽ, നന്നായി ജീവിച്ചാൽ, അത് നിങ്ങളുടെ എതിരാളികളുടെ നാശത്തിന് കാരണമായി തീരും. നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നു മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ അവരെ കുറ്റം വിധിക്കും. ഇതേ കാര്യം പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ നല്ല നടപ്പ് നിങ്ങളുടെ എതിരാളികൾക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് പറയുന്നു. 29 വാക്യം പലരും വായിക്കുമെങ്കിലും അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ വരങ്ങളെക്കുറിച്ചൊക്കെ വലിയ ധാരണയുണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ പലരും ഊറ്റം കൊള്ളുന്നവരാണ്. എറണാകുളത്ത് ഉണ്ടായിരുന്ന ആന്റണി പടിയറ ഇങ്ങനെ ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള ഒരു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഓർക്കുന്നു, എല്ലാവർക്കും വരമുണ്ട്, പക്ഷെ ഒരു വരം മാത്രം ആർക്കും ഉണ്ടാകുന്നില്ല. ആ വരമാണ് വിവരമെന്ന് അദ്ദേഹം പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ കഷ്ടം അനുഭവിക്കാനുള്ള വരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദ പ്രിവിലേജ് ഓഫ് സഫറിങ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഷ്ടം വെച്ചിട്ടുണ്ട്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരമാണ്. അതിൽ നിരാശപ്പെട്ടു പോകേണ്ട കാര്യം, കാരണം ദൈവത്തിൻ്റെ പ്രോഗ്രാമാണത്. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കുമുണ്ട് പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും.
ഞാൻ ഇവിടെ നിർത്തുകയാണ്. 1-ാം അധ്യായം കഴിഞ്ഞു. നമുക്ക് അടുത്ത ആഴ്ച 2-ാം അധ്യായത്തിൽ ചിന്തിക്കാം. We'll pray. Our Lord